ഖുർആൻ പരമ്പരയിലെ 61ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചർച്ച ചെയ്യുന്നത് ഒരു വലിയ അധ്യായമാണ്. 227 ആയത്തുകളുള്ള ഖുർആനിലെ 26ാമത്തെ സൂറത്തു ഷുഅറാ. ഷുഅറാ എന്നാൽ കവികൾ എന്നാണ് അർത്ഥം. അപ്പോൾ ഖുർആനിൽ കവികൾ എന്ന പേരിലും ഒരു അധ്യായമുണ്ട്. ആ അധ്യായമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഈ അധ്യായം അവതരിച്ച പശ്ചാത്തലമായി നമ്മുടെ സുന്നി തഫ്സീറായിട്ടുള്ള കൂറ്റനാട് മുഹമ്മദ് മുസ്ലിയാരുടെ ഖുർആൻ വ്യാഖ്യാനത്തിൽ പറയുന്ന ഒരു ഭാഗം ഞാൻ വായിക്കാം. മക്ക മുശ്രിക്കുകളിൽ നിന്നുള്ള മർദ്ദനങ്ങൾ പാരമ്യത്തിലെത്തിയ കാലങ്ങളിൽ അവതരിപ്പിച്ച സൂറത്തുകളിൽ ഒന്നാണിത്. ഇനി എന്തൊക്കെ മർദ്ദനങ്ങളാണ് അവർ നേരിട്ടത് എന്നാണ് പറയാൻ പോകുന്നത്. അവരിൽ നിന്ന് ധാരാളം ചോദ്യങ്ങളും വാദങ്ങളും നബിയുടെ നേർക്ക് വന്നുകൊണ്ടിരുന്നു. ഒന്നിന് മറുപടി പറയുമ്പോൾ മറ്റൊന്ന്, അതിന് മറുപടി പറയുമ്പോൾ വേറൊന്ന്. എത്ര തന്നെ സ്പഷ്ടവും യുക്തിയുക്തവുമായ മറുപടി കൊടുത്താലും അവരത് തള്ളിക്കളയും. വിശുദ്ധ ഖുർആൻ ഏറ്റവും വലിയ അമാനുഷിക ദൃഷ്ടാന്തമായിരുന്നിട്ടും അവരത് വിലയിരുത്തുവാൻ തയ്യാറായില്ല. പിന്നെ അവർക്ക് ചില ഭൗതിക ദൃഷ്ടാന്തം കാണണം എന്നായി. അതും വിശ്വസിക്കാനല്ല, മത്സരത്തിന് മാത്രം. ഈ മർക്കടമുഷ്ടി അവർ സന്മാർഗികളായി കാണാൻ ഏറ്റവും ആഗ്രഹിച്ചിരുന്ന നബിയെ അങ്ങേയറ്റം ദുഃഖിപ്പിച്ചു. ഈ സന്ദർഭത്തിൽ നബിയെ അള്ളാഹു സമാധാനിപ്പിക്കുകയാണ്. താങ്കൾ ഇങ്ങനെയൊന്നും ദുഃഖിച്ച് വിഷമത്തിലാകരുത്, സ്വന്തം ജീവനോട് കരുണ കാണിക്കണം. ഇതാണ് ഈ സൂറത്ത് അവതരിപ്പിച്ചതിൻ്റെ പശ്ചാത്തലമായിട്ട് പറയപ്പെടുന്നത്. ഭയങ്കര മർദ്ദനങ്ങളായിരുന്നു ആ കാലത്ത് മക്കയിലെ മുശ്രിക്കുകൾ മുഹമ്മദ് നബിക്കെതിരായിട്ട് നടത്തിയിരുന്നത്. എന്തൊക്കെ മർദ്ദനങ്ങളാണെന്ന് ഇപ്പോൾ ഇവിടെ പറഞ്ഞു. ഒന്ന്, ചോദ്യങ്ങൾ ചോദിക്കുക, മറുപടി പറഞ്ഞാൽ പിന്നെയും വേറെ ചോദ്യങ്ങൾ ചോദിക്കുക. അങ്ങനെ യുക്തിയുക്തമായ മറുപടി കിട്ടിയാലും പിന്നെ ദൃഷ്ടാന്തങ്ങൾ, ഖുർആൻ വലിയൊരു ദൃഷ്ടാന്തമാണ് എന്ന് പറഞ്ഞാലും അവരത് കേൾക്കാതെ വേറെ ദൃഷ്ടാന്തങ്ങൾ ചോദിക്കുക. ഇങ്ങനെയുള്ള മർക്കടമുഷ്ടി കാണിച്ചു എന്നാണ് ഏറ്റവും വലിയ മർദ്ദനത്തിൻ്റെ വിശദീകരണമായിട്ട് തന്നെ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ കാര്യം ഏതാണ്ടൊക്കെ പിടികിട്ടിയല്ലോ. മക്കയിലെ മുശ്രിക്കുകൾ എന്ന് ഇവർ വിശേഷിപ്പിക്കുന്ന ഈ മനുഷ്യന്മാർ മുഹമ്മദ് നബിയെ ചോദ്യങ്ങൾ ചോദിച്ചും സംശയങ്ങൾ ചോദിച്ചും പിന്നെ ദൃഷ്ടാന്തങ്ങൾ ആവശ്യപ്പെട്ടും തെളിവുകൾ ആവശ്യപ്പെട്ടും വല്ലാണ്ട് ബുദ്ധിമുട്ടിച്ചു. അപ്പോൾ മുഹമ്മദ് വല്ലാതെ നിരാശനായി, ബേജാറായി. അങ്ങനെ ബേജാറായപ്പോൾ എന്താണ് മുഹമ്മദ് ചെയ്യാൻ പോയത് എന്ന് നമുക്കിനി ഈ അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ കാണാം. ഞാനിത് തുടക്കം മുതൽ വായിക്കാം. ത്വാ സീൻ മീം തിൽക ആയാത്തുൽ കിതാബിൽ മുബീൻ. ഇങ്ങനെയാണ് ഈ അധ്യായം തുടങ്ങുന്നത്. ത്വാ സീൻ മീം എന്നുള്ളത് 3 അക്ഷരങ്ങൾ മാത്രമാണ്. അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളത് കൊണ്ട് വിടുന്നു. രണ്ടാമത്തെ വാക്യം, അവ സുവ്യക്തമായ വേദഗ്രന്ഥത്തിലെ ആയത്തുകളാകുന്നു എന്നാണ്. സൂക്തങ്ങൾ എന്നാണ് അർത്ഥം കൊടുത്തിട്ടുള്ളത്. തുടർന്ന് പറയുന്നത് ലഅല്ലക ബാഖിഉൻ നഫ്സക അല്ലാ യകൂനുൽ മുഅ്മിനീൻ. അവർ വിശ്വാസികളാകാത്തതിനാൽ നീ നിന്റെ ജീവൻ അപകടപ്പെടുത്തുന്നവനായേക്കാം. ആമുഖമായിട്ട് കൂറ്റനാട് എഴുതിയ പാരഗ്രാഫ് ഞാൻ വായിച്ചപ്പോൾ അതിലവസാനത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചു. അതിങ്ങനെയായിരുന്നു, സ്വന്തം ജീവനോട് കരുണ കാണിക്കണം എന്നായിരുന്നു. ഇവിടെ സ്വന്തം ജീവൻ നീ അപകടപ്പെടുത്തിയേക്കാം, നിന്റെ ജീവനോട് നീ കാരുണ്യം കാണിക്കണം എന്നൊക്കെ ഈ തഫ്സീറുകളിൽ പറയുമ്പോൾ എന്താണ് അതിൻ്റെ ഗുട്ടൻസ് എന്ന് പെട്ടെന്ന് പിടികിട്ടില്ല. പക്ഷേ ഖുർആനിൽ 18ാം അധ്യായത്തിലെ 6ാം വാക്യത്തിലും 35ാം അധ്യായത്തിലെ 8ാം വാക്യത്തിലും വേറെ ചില സ്ഥലങ്ങളിലും ഒക്കെ ഇതേ കാര്യം പറയുന്നുണ്ട്. മുഹമ്മദ് സ്വന്തം ജീവൻ അപകടപ്പെടുത്തിയേക്കാം എന്ന ആശങ്ക അള്ളാഹു ഇടക്കിടക്ക് ഇങ്ങനെ വെളിപ്പെടുത്തുന്നുണ്ട് ഖുർആനിൽ. എന്താണ് ഈ സ്വന്തം ജീവൻ അപകടപ്പെടുത്തുന്ന ഒരു സാഹചര്യം? ആരെങ്കിലും മുഹമ്മദ് നബിയെ മക്കക്കാർ കൊല്ലാൻ വരും, അപ്പം അങ്ങനെ മുഹമ്മദ് കൊല്ലപ്പെടും എന്നാണോ ഇവിടെ ഉദ്ദേശിക്കുന്നത്? അല്ല, മുഹമ്മദ് ആത്മഹത്യ ചെയ്യാൻ പോയി എന്നാണ് പറയുന്നത്. ഇതിന്
തെളിവ്, വളരെ വ്യക്തമായിട്ടുള്ള തെളിവുണ്ട്. ഞാൻ മുമ്പൊരു വീഡിയോയിൽ ആ തെളിവുകൾ കാണിച്ചിരുന്നു. ഒരു ക്ലബ് ഹൗസ് ചർച്ചയുമായി ബന്ധപ്പെട്ട് മുഹമ്മദിൻ്റെ ആത്മഹത്യാ ശ്രമവും അത് പറഞ്ഞപ്പോൾ ഇവിടുത്തെ ഇസ്ലാമിസ്റ്റുകൾ കിടന്ന് ഉരുളുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിരുന്നു. ആ വീഡിയോയിൽ ഞാൻ എൻ്റെ തെളിവ് ഹദീസ് സഹിതം കാണിച്ചു തന്നതുമാണ്. ഏതായാലും ഞാൻ ഒരിക്കൽ കൂടി കാണിക്കാം. ഇത് sunna.com കൊടുത്തിട്ടുള്ളതാണ്. ഈ ഹദീസിൽ കൃത്യമായിട്ട് പറയുന്നു, മുഹമ്മദ് പലവട്ടം ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചത്? മുഹമ്മദ് ഒരു വലിയ കുന്നിൻ്റെ മുകളിൽ, അതായത് മുഹമ്മദ് ആദ്യം വെളിപാട് കിട്ടാൻ വേണ്ടി കയറിയിരുന്നിരുന്ന ഹിറാ ഗുഹ ഉൾപ്പെടുന്ന ആ കല്ലിൻ്റെ പാറക്കുന്നിൻ്റെ മുകളിൽ കയറിപ്പോയിട്ട് അവിടുന്ന് താഴേക്ക് ചാടി മരിക്കാനാണ് ശ്രമിച്ചത്. പക്ഷേ കയറിപ്പോകുമ്പോൾ മുഹമ്മദിനെ മരണത്തിൽ നിന്ന് തടുത്ത് പിന്തിരിപ്പിച്ച് ആശ്വസിപ്പിച്ച് തിരിച്ചു കൊണ്ടുവരുന്നുണ്ട്. ആരാണ് തിരിച്ചു കൊണ്ടുവരുന്നത്? മുഹമ്മദ് തന്നെയാണ്. മുഹമ്മദിൻ്റെ മനസ്സ് തന്നെയാണ് തിരിച്ചു കൊണ്ടുവരുന്നത്. ആ മുഹമ്മദിൻ്റെ മനസ്സിന് മുഹമ്മദ് ഇട്ട പേരാണ് ജിബ്രീൽ, അല്ലെങ്കിൽ അള്ളാഹു. മുഹമ്മദ് ആത്മഹത്യ ചെയ്യാൻ പലവട്ടം പോകാൻ എന്താണ് കാരണം? പല സന്ദർഭങ്ങളിലായിട്ടാണ് മുഹമ്മദ് ആത്മഹത്യക്ക് ആലോചിച്ചിട്ടുള്ളത്. അതിലേറ്റവും ആദ്യം മുഹമ്മദിന് ഈ വെളിപാടുകൾ കിട്ടിത്തുടങ്ങിയ സമയത്ത് ആദ്യത്തെ 1-2 വെളിപാട് വന്ന്, എന്നിട്ട് ഭാര്യയുടെ അടുത്തേക്കും അമ്മാവൻ്റെ അടുത്തേക്കൊക്കെ ഓടിപ്പോയി അവർ ഇതിൻ്റെ ലക്ഷണങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ജ്യോത്സ്യന്മാരുടെ അടുത്തും അന്നത്തെ ജാഹിലിയ അന്ധവിശ്വാസികളുടെ അടുത്തൊക്കെ പോയിട്ട് ഈ ഉണ്ടായ സംഭവത്തിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് അവർക്കറിയാവുന്ന ജാഹിലിയ കണക്കുകളൊക്കെ വെച്ച് ലക്ഷണങ്ങളൊക്കെ വെച്ച് പറഞ്ഞു കൊടുത്ത് ഇതൊരു മലക്കാവും വന്നത്, ഇത് സന്ദേശം കൊണ്ട് വന്നതാവും, ബൈബിളിലൊക്കെ പറയുന്നത് പോലെ തൗറാത്തിലൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു പ്രവാചകനായതിൻ്റെ ലക്ഷണമാകാം എന്നൊക്കെ വറക്കത്ത് ബിൻ നൗഫലും ഖദീജയും ഒക്കെ കൂടെ പറഞ്ഞു കൊടുക്കുകയും ഖദീജ തുണി അഴിച്ച് ഒരു പരീക്ഷണമൊക്കെ നടത്തി ചെകുത്താനല്ല എന്ന് സ്ഥിരീകരിച്ച് ഒക്കെയാണ് മുഹമ്മദിനെ പറഞ്ഞു വിടുന്നത്, ആശ്വസിപ്പിക്കുന്നത്. പക്ഷേ പിന്നെ കുറേ കാലത്തേക്ക് ഈ വെളിപാട് വരികയോ ജിബ്രീൽ വരികയോ ചെയ്യാതിരുന്നപ്പോൾ മുഹമ്മദ് വീണ്ടും നിരാശനാവുകയും മുഹമ്മദിൻ്റെ ആഗ്രഹങ്ങളൊന്നും സഫലീകരിക്കാൻ പോകുന്നില്ല എന്ന് തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിൽ മരിക്കാൻ പോവുകയും ചെയ്തു. ഇതാണ് ആദ്യഘട്ടത്തിലെ ആദ്യത്തെ ആത്മഹത്യാ ശ്രമം. അത് കഴിഞ്ഞ് പിന്നീട് മക്കയിലെ മുശ്രിക്കുകളും മക്കയിലെ ജൂതന്മാരും ഒക്കെ മുഹമ്മദിനെ വെള്ളം കുടിപ്പിക്കാൻ വേണ്ടി പലതരം ചോദ്യങ്ങളും സംശയങ്ങളും ഒക്കെ ചോദിച്ച് ബുദ്ധിമുട്ടിച്ചപ്പോൾ മുഹമ്മദ് അതിന് മറുപടി പറയാൻ ബുദ്ധിമുട്ടായ സമയത്ത് മറുപടി കൊടുക്കാനും ജിബ്രീലും അള്ളാഹുവും വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ ഇടപെട്ട് സഹായിക്കാതെ വന്നപ്പോൾ മുഹമ്മദിന് നിരാശ ബാധിക്കുകയും അന്നേരവും മുഹമ്മദ് ഈ പാറേൻ്റെ മുകളിൽ കയറിപ്പോയിട്ട് ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ മുഹമ്മദ് ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നത് ഈ മുശ്രിക്കുകൾ മുഹമ്മദിനോട് എന്തെങ്കിലും ദൃഷ്ടാന്തം കാണിക്കൂ, തെളിവ് കാണിക്കൂ, കറാമത്ത് കാണിക്കൂ എന്ന് നിരന്തരമായിട്ട് ആവശ്യപ്പെടുകയും മുഹമ്മദിന് ഒരു നക്കപ്പിച്ചയുടെ മാജിക്ക് പോലും കാണിച്ചു കൊടുക്കാൻ കഴിയാതിരിക്കുകയും ചെയ്ത സന്ദർഭത്തിൽ അതിലുള്ള നിരാശ കൊണ്ട് അതിനും മുഹമ്മദ് അള്ളാഹുവും ജിബ്രീലൊക്കെ തന്നെ സഹായിക്കുമെന്നും താനും എന്തെങ്കിലുമൊക്കെ അത്ഭുതങ്ങൾ കാണിക്കുമെന്നൊക്കെ ആദ്യം പ്രതീക്ഷിക്കുകയും ആഗ്രഹിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ ഇതൊന്നും നടക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഈ മക്ക മുശ്രിക്കുകളുടെ മുമ്പിൽ വല്ലാതെ നാണം കെട്ടുപോയൊരു സമയത്ത് വീണ്ടും മുഹമ്മദിന് നിരാശ ബാധിക്കുകയും മുഹമ്മദ് പാറപ്പുറത്ത് കയറിയിട്ട് ആത്മഹത്യക്ക് ശ്രമിക്കുകയും ചെയ്തു. ഈ ആത്മഹത്യക്ക് ശ്രമിക്കുമ്പോഴൊക്കെ മുഹമ്മദിനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി ഓടിയെത്തുന്നത് അള്ളാഹുവും ജിബ്രീലുമാണ്. അള്ളാഹുവിൻ്റെയും ജിബ്രീലിൻ്റെയും വേഷത്തിൽ മുഹമ്മദിൻ്റെ മനസ്സ് തന്നെ മുഹമ്മദിനെ ആത്മഹത്യ ചെയ്യുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. അങ്ങനെ മുഹമ്മദ് സ്വയം ആത്മഹത്യയുടെ വക്കിൽ നിന്ന് സ്വയം ആശ്വാസം കണ്ടെത്തിക്കൊണ്ട് തിരിച്ചു വരുന്നതിൻ്റെ ഒരു ലക്ഷണമായിട്ടാണ് ഖുർആനിലെ ഈ ആയത്തുകൾ വെളിപാടുകളായിട്ട് വന്നത്. ഒരു സ്ഥലത്തല്ല, ഖുർആനിൽ നിരവധി സ്ഥലത്ത് ഈ ആത്മഹത്യയെക്കുറിച്ചുള്ള സൂചന നൽകുന്നുണ്ട്. പക്ഷെ നമ്മുടെ തഫ്സീറുകൾ എഴുതിയ ആളുകളും അറബി ഭാഷയിൽ തന്നെ ആദ്യകാലത്ത് തഫ്സീറുകൾ എഴുതിയ ആളുകളും ഒന്നും ഈ ഖുർആൻ വാക്യങ്ങളുടെ അടുത്ത് ഇതുമായി ബന്ധപ്പെട്ട ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് മുഹമ്മദ് ആത്മഹത്യക്ക് ശ്രമിച്ചതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് എന്ന കാര്യം മിണ്ടുന്നേയില്ല. കാരണം മുഹമ്മദ് എന്ന പ്രവാചകൻ ആത്മഹത്യാ പ്രവണതയുള്ള ഒരാളായിരുന്നു എന്നും
അദ്ദേഹത്തിന് ഇങ്ങനെ വെളിപാട് കിട്ടാത്തതിൻ്റെ പേരിലും അദ്ദേഹത്തിന് കറാമത്ത് കാണിക്കാൻ കഴിയാത്തതിൻ്റെ പേരിലും അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ മുസ്ലിക്കുകൾ ചോദ്യം ചെയ്ത് വെള്ളം കുടിപ്പിച്ചതിൻ്റെ പേരിലും ഒക്കെ നിരാശ ബാധിച്ച് മരിക്കാൻ പോയി, പാറപ്പുറത്തുനിന്ന് ചാടി മരിക്കാൻ പോയി എന്ന് പറയുന്നത് മുഫസ്സിറുകൾക്ക്, വ്യാഖ്യാതാക്കൾക്കും വിശ്വാസികൾക്കും വലിയ മാനക്കേടോ അല്ലെങ്കിൽ അതിലെന്തോ ജാള്യതയോ തോന്നിയത് കൊണ്ട് ഖുർആൻ വാക്യങ്ങളുടെ അടുത്തൊന്നും ഇവർ ഈ ഹദീസ് കൊണ്ടുവന്നിട്ട് വ്യാഖ്യാനിച്ചിട്ടില്ല. അവിടെ ഇതേമാതിരി ഓരോന്ന് പറഞ്ഞിട്ട് നിൻ്റെ ജീവനെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞതാണ്, അല്ലെങ്കിൽ അപകടം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞ് ഉരുണ്ട് കളിക്കുകയല്ലാതെ ആത്മഹത്യാശ്രമം നടന്നു എന്നത് മറച്ചു വയ്ക്കുന്നു. പക്ഷേ ഹദീസുകളിലൂടെ കാര്യം വ്യക്തമായിട്ട് വന്നിട്ടുണ്ട്. ഒരു തവണയല്ല, നിരവധി തവണ മുഹമ്മദ് ആത്മഹത്യയെക്കുറിച്ച് ആലോചിക്കുകയും അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്തു. അപ്പോഴൊക്കെ മുഹമ്മദിന് തന്നെ ആത്മഹത്യ ചെയ്യാനുള്ള ധൈര്യം വരാത്തതുകൊണ്ടും മുഹമ്മദ് സ്വന്തം മനസ്സിൽ മുഹമ്മദിൻ്റെ നിരാശയ്ക്ക് ഒരു മറുമരുന്ന് കണ്ടെത്തുകയും ആ മറുമരുന്നിനെ മുഹമ്മദ് ജിബ്രീലിൻ്റെ ആശ്വാസവചനമായിട്ടും അള്ളാഹുവിൻ്റെ ആശ്വസിപ്പിക്കലായിട്ടും ഒക്കെ അവതരിപ്പിച്ചുകൊണ്ട് സ്വയം ആശ്വാസം കണ്ടെത്തുന്നതാണ് വളരെ ലളിതമായിട്ടുള്ള മനഃശാസ്ത്രപരമായിട്ടുള്ള ഇതിൻ്റെ ഒരു പശ്ചാത്തലം. ഈ മനഃശാസ്ത്രം പറയുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ആളുകളുടെ മനസ്സിൽ അവരുടെ ചിന്തകൾക്കും അവരുടെ ആഗ്രഹങ്ങൾക്കും അനുസരിച്ച് മറ്റൊരു ആത്മാവ് വന്നിട്ട് ആവാഹിച്ച് തൻ്റെ മനസ്സിൽ പ്രവർത്തിക്കുന്നത് എന്നതിൻ്റെ നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മനഃശാസ്ത്രത്തിൽ അല്ലെങ്കിൽ നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ കുട്ടികളെ നിരീക്ഷിച്ചാൽ മതി. കുട്ടികൾ ഒറ്റയ്ക്കിരുന്ന് കളിക്കുന്ന കുട്ടികൾ, കൂട്ടുകാരൊന്നും ഇല്ല എങ്കിൽ അവർ തൽക്കാല സങ്കല്പത്തിൽ ഒരു കൂട്ടുകാരനെയോ കൂട്ടുകാരിയോ കണ്ടെത്തും. അതിനുവേണ്ടി ചിലപ്പോൾ ചില കുട്ടികൾ വെറുതെ ഭാവനയിൽ തന്നെ ഒരു കൂട്ടുകാരനെ കണ്ടുകൊണ്ട് അവനോട് സംസാരിക്കും, അല്ലെങ്കിൽ ഒരു കൂട്ടുകാരിയെ കണ്ട് അവളോട് സംസാരിക്കും. അതല്ലെങ്കിൽ കുട്ടികളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു കളിപ്പാട്ടത്തെ ഒരു കൂട്ടുകാരിയാക്കി സങ്കല്പിച്ചുകൊണ്ട് ഈ കളിപ്പാട്ടത്തോട് കുട്ടികൾ ഇങ്ങനെ സംസാരിക്കുന്നത് നമ്മൾ കുട്ടികളെ കളിക്കുമ്പോൾ നിരീക്ഷിച്ചാൽ കാണാം. കാരണം കുട്ടികൾ എപ്പോഴും കൂട്ടുകൂടാൻ ആഗ്രഹിക്കുന്നു, എപ്പോഴും കുറേ കൂട്ടുകാരുടെ കൂടെ കളിക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ കൂട്ടുകാരെ കിട്ടിയില്ലെങ്കിൽ അവർ ഭാവനയിൽ കൂട്ടുകാരെ സൃഷ്ടിച്ചിട്ട് ആ കൂട്ടുകാരുമായിട്ട് അവർ ആശയവിനിമയം നടത്തുന്നത് നമ്മൾ കാണും. ഇതേപോലെ തന്നെയാണ് കുട്ടികൾ മാത്രമല്ല വലിയ ആളുകളും അങ്ങനെ ചെയ്യാറുണ്ട്. ഇപ്പോൾ ആൻ ഫ്രാങ്കിൻ്റെ കഥ നമുക്കറിയാം. ജൂത പെൺകുട്ടി നാസികളുടെ അക്രമം നടക്കുന്ന സമയത്ത്, ലോകമഹായുദ്ധത്തിൻ്റെ സമയത്ത് ആ ഒരു ജൂത പെൺകുട്ടി, ഒറ്റപ്പെട്ടു പോയൊരു പെൺകുട്ടി, അവളുടെ ദുഃഖങ്ങളും വ്യഥകളും അവൾ അനുഭവിച്ച യാതനകളും എല്ലാം ഒരു ഡയറി കുറിപ്പിൽ എഴുതി വെച്ചതാണ് ആൻ ഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പുകൾ. അതിന്ന് ലോക സാഹിത്യത്തിൽ തന്നെ ഒരു വലിയ സംഭാവനയായിട്ട്, വലിയൊരു മുതൽക്കൂട്ടായിട്ട് നമ്മുടെ മുമ്പിലുണ്ട്. ഈ ആൻ ഫ്രാങ്ക് തൻ്റെ ഡയറിയോട് തന്നെയാണ് സംസാരിച്ചിരുന്നത്. ആ ഡയറിക്ക് ആൻ ഫ്രാങ്ക് ഒരു പേരിട്ടു, കിറ്റി എന്നാണ് പേര് കൊടുത്തത്. അങ്ങനെ പ്രിയപ്പെട്ട കിറ്റി എന്ന് പറഞ്ഞ് ഈ ഡയറി പുസ്തകത്തോട് സംസാരിച്ചു കൊണ്ടാണ് ആൻ ഫ്രാങ്ക് തൻ്റെ എല്ലാ അനുഭവങ്ങളും ഈ ലോകമഹായുദ്ധം നടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ ജൂത കൂട്ടക്കൊലകൾ നടക്കുന്ന സമയത്ത് അവൾ അനുഭവിച്ച കാര്യങ്ങളെല്ലാം എഴുതി വെച്ചത് കിറ്റി കിറ്റി എന്ന് ഈ ഡയറിയെ വിളിച്ചുകൊണ്ടാണ്. കാരണം അവളുടെ മുമ്പിൽ വേറെ ആരും ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒളിവിൽ താമസിക്കുന്ന ആൻ ഫ്രാങ്കിൻ്റെ മുമ്പിൽ അവളുടെ ഡയറി പുസ്തകം മാത്രമാണ് ഉണ്ടായിരുന്നത്. ആ പുസ്തകത്തെ കൂട്ടുകാരിയായോ സങ്കല്പിച്ചുകൊണ്ട് കിറ്റി എന്ന് പേരിട്ടുകൊണ്ട് ആ കിറ്റിയോട് സംസാരിക്കുന്നതായിട്ടാണ് ആൻ ഫ്രാങ്ക് തൻ്റെ ഡയറി കുറിപ്പുകൾ എഴുതിയത്. ഇതേപോലുള്ള ഒരുപാട് സാഹിത്യത്തിലും കലയിലും ഒക്കെ നമുക്കിതിൻ്റെ ഉദാഹരണങ്ങൾ കാണാം. നമ്മുടെ ജോസഫ് മാഷിൻ്റെ കയ്യും കാലും പോയതും ഇതിന് സമാനമായിട്ടുള്ള ഒരു സംഭാഷണ ശകലം അദ്ദേഹം ക്വസ്റ്റ്യൻ പേപ്പറിൽ കുട്ടികൾക്ക് ചിഹ്നം ഇടാൻ വേണ്ടി കൊടുത്തതാണ്. ആ സംഭാഷണ ശകലം PT കുഞ്ഞുമുഹമ്മദിൻ്റെ ഗർഷോം എന്ന സിനിമയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ തിരക്കഥയിൽ നിന്നെടുത്തതാണ്. ആ തിരക്കഥയിൽ ഒരു കഥാപാത്രമുണ്ട്. ആ കഥാപാത്രം ഒരു മനുഷ്യനാണ്, കുട്ടിയല്ല, പക്ഷെ ഭ്രാന്തനാണ്. ഭ്രാന്തനായതുകൊണ്ട് തന്നെ തെരുവിൽ അയാളുമായിട്ട് സംസാരിക്കാനോ കൂട്ടുകൂടാനോ അയാൾക്ക് ഒരു മനുഷ്യനെയും കിട്ടിയിരുന്നില്ല. അതുകൊണ്ട് അയാൾ സ്വന്തമായിട്ട് ഒരു കൂട്ടുകാരനെ കണ്ടെത്തി ഭാവനയിൽ. എന്നിട്ട് ആ കൂട്ടുകാരനോട് അയാൾ സംസാരിക്കുകയാണ്. അങ്ങനെ ഒരു ഭ്രാന്തൻ സ്വന്തം കൂട്ടുകാരനായി സങ്കല്പിച്ച ഒരാളുമായിട്ട് നടത്തുന്ന സംഭാഷണ ശകലമാണ് ആ ജോസഫ് മാഷ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉദ്ധരിച്ച PT കുഞ്ഞുമുഹമ്മദിൻ്റെ ഈ തിരക്കഥയിൽ നിന്നുള്ള ഈ സംഭാഷണം. പക്ഷേ അവിടെ ഭ്രാന്തൻ കൂട്ടുകാരനായിട്ട് സ്വീകരിച്ചത് ആരെയാണ്? സാധാരണ മനുഷ്യന്മാരെ ഒന്നുമല്ല സ്വീകരിച്ചത്, മറിച്ച് പടച്ചോനെയാണ്. എന്നിട്ട് പടച്ചോനും മൂപ്പരും തമ്മിലുള്ള സംസാരമാണ്.
എന്താണ് സംസാരം? പടച്ചോനെ പടച്ചോനെ, എന്താടാ നായിൻ്റെ മോനെ, അല്ലെങ്കിൽ എന്താടാ നായേ, ഒരയില മുറിച്ചാൽ എത്ര കഷ്ണാവും, ഒരയില മുറിച്ചാൽ 3 കഷ്ണാവും എന്ന് എന്നോട് എത്ര വട്ടം പറഞ്ഞിട്ടുണ്ടെടാ നായിൻ്റെ മോനെ അല്ലെങ്കിൽ നായേ. ഇതാണ് ഡയലോഗ്. അപ്പോൾ ഇവിടെ ഈ നായേ നായിൻ്റെ മോനെ എന്ന് വിളിക്കുന്നത് ഈ പടച്ചോനും ഇയാളും തമ്മിലുള്ള ആ സൗഹൃദത്തിൻ്റെ ഇൻറ്റിമസിയെ, അതിൻ്റെ ഗാഢതയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇപ്പോൾ നമ്മൾ നാടകത്തിലും സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്, ചില സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾ കുറേ കാലത്തേക്ക് പിരിഞ്ഞു പോയിട്ട് അല്ലെങ്കിൽ വലിയ പ്രതിസന്ധികളൊക്കെ നേരിട്ട് അവസാനം പിന്നീട് കണ്ടുമുട്ടുന്ന സമയത്ത് ഓടിപ്പോയി കെട്ടിപ്പിടിച്ചിട്ട് എടാ നായേ എടാ കള്ളപ്പന്നി എന്ന് വിളിച്ചിട്ട് അവരുടെ സ്നേഹം പ്രകടിപ്പിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, നാടകത്തിലും സിനിമയിലൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഈ നായയെ കള്ളപ്പന്നി എന്നൊക്കെ വിളിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അയാളുമായിട്ടുള്ള ആ മാനസികമായിട്ടുള്ള ഇൻറ്റിമസി, അയാളുമായിട്ടുള്ള ആ ഗാഢമായ സൗഹൃദത്തിൻ്റെ സ്നേഹത്തിൻ്റെയും പ്രതീകമായിട്ട് ഭാഷയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ചില വളരെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പോസിറ്റീവായിട്ട് ഉപയോഗിക്കും. അങ്ങനെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പോസിറ്റീവായി ഉപയോഗിക്കുമ്പോൾ അത് ഇൻറ്റിമസിയെ സൂചിപ്പിക്കുന്നു. നേരെ മറിച്ച് നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ കണ്ട് പരിചയമുള്ള 2 പേര് പരസ്പരം കാണുമ്പോൾ ഇങ്ങനെ നായ പട്ടി എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അടി കിട്ടും. അതേ സമയത്ത് നമ്മൾ വളരെ ചെറുപ്പം മുതലേ ഒരുമിച്ച് കളിച്ച് പഠിച്ച് വളർന്ന കൂട്ടുകാരാണെങ്കിൽ കുറേ കാലത്തിന് ശേഷം കാണുമ്പോൾ എടാ കള്ളപ്പന്നി ഇത്ര കാലം എവിടെ ഇരുന്നടാ ജി എന്നൊക്കെ ചോദിക്കും. അവിടെ ആ കള്ളപ്പന്നിയാണ് ഇവിടെ ഈ ഗർഷോമിലെ ഭ്രാന്തനായ കഥാപാത്രം പടച്ചോൻ എന്ന സാങ്കല്പിക സുഹൃത്തുമായിട്ട് പങ്കുവയ്ക്കുന്ന ഡയലോഗിൽ വരുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ മനുഷ്യരുടെ ഒരു പ്രത്യേകതയാണ് സ്വന്തം മനസ്സിൽ വേറെ ആളുകളെ കയറ്റി വെച്ചിട്ട് സങ്കല്പിച്ചിട്ട് അവരുമായി സംസാരിക്കുക എന്നതും, അതുപോലെ തന്നെ വേറെ ഒരു ആത്മാവിനെ സ്വന്തം മനസ്സിൽ ആവാഹിച്ചു എന്ന് സങ്കല്പിച്ചിട്ട് ഇയാളോട് സംസാരിക്കുന്നതായിട്ടൊക്കെ സങ്കല്പിക്കുക. ഇവിടെ മുഹമ്മദിനുണ്ടാകുന്ന വിഷമങ്ങളും വേദനകളും മുഹമ്മദിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ മുഹമ്മദ് സ്വയം ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് മുഹമ്മദിനെ തന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി കണ്ടെത്തിയിട്ടുള്ള ഒരു സാങ്കല്പിക കൂട്ടുകാരനായിരുന്നു മുഹമ്മദിൻ്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് വന്നു പോയിരുന്ന ജിബ്രീലിൻ്റെ അടുത്ത് മെസ്സേജ് കൊടുത്തയച്ചിരുന്ന അള്ളാഹുവുമൊക്കെ. മുഹമ്മദ് തന്നെയാണ് അള്ളാഹുവായിട്ടും ജിബ്രീലായിട്ടും മുഹമ്മദിൻ്റെ മനസ്സിലും മുഹമ്മദിൻ്റെ വാക്കുകളിലും മുഹമ്മദിൻ്റെ ഭാഷകളിലും പ്രവർത്തിച്ചിരുന്നത് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പാറ കയറി പോകുന്ന മുഹമ്മദിനെ അവിടെ നിന്ന് ഇപ്പോൾ ചെയ്യണ്ട, അതിനൊക്കെ സമാധാനമുണ്ട്, അതിനൊക്കെ വഴി കാണും എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദിനെ ആശ്വസിപ്പിക്കുന്നത് മുഹമ്മദ് തന്നെയാണ്. മുഹമ്മദിൻ്റെ സ്വന്തം മനസ്സ് തന്നെ നടത്തുന്ന ഒരു പ്രവർത്തനം എന്ന നിലക്കാണ് ഇവിടെ ജിബ്രീൽ കടന്നു വരുന്നത്. മണിച്ചിത്രത്താഴ് എന്ന ചിത്രത്തിലെ നാഗവല്ലിയൊക്കെ നമുക്ക് നല്ല പരിചയമുള്ള കഥാപാത്രമാണ്. ഇത് മനഃശാസ്ത്രത്തിൽ ഇതിനെക്കുറിച്ച് വളരെ ലളിതമായിട്ട് വിശദീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. ഈ അടുത്ത വാക്യം, നാം ഉദ്ദേശിക്കുന്ന പക്ഷം അവരുടെ മേൽ ഒരു ദൃഷ്ടാന്തം ആകാശത്തു നാം ഇറക്കുന്നതാണ്, അപ്പോൾ അവരുടെ പിരടികൾ അതിന് കീഴൊതുങ്ങുന്നതായി തീരുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഇവർ മക്കയിലെ മുശ്രിക്കുകൾ ആവശ്യപ്പെട്ടിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ദൃഷ്ടാന്തമാണ്. എങ്ങനെയുള്ള ദൃഷ്ടാന്തം? മുഹമ്മദ് അവരോട് പറഞ്ഞുകൊണ്ടിരുന്ന പൂർവീകരുടെ കെട്ടുകഥകളിൽ അന്നത്തെ ദൂതന്മാർ പ്രവാചകന്മാർ എന്നൊക്കെ പറഞ്ഞ ആളുകൾ കാണിച്ചിട്ടുള്ള ആ അത്ഭുത പ്രവൃത്തികളെല്ലാം കറാമത്തുകളെല്ലാം ദൃഷ്ടാന്തങ്ങളായി തങ്ങൾക്കും കാണിച്ചുകൊണ്ട എന്ന ആവശ്യമാണ് നിരന്തരമായിട്ട് മക്കയിലുള്ള ആളുകൾ മുഹമ്മദിൻ്റെ മുമ്പിൽ വെച്ചത്. അത് കാണിക്കാൻ കഴിയാത്തതിലുള്ള നിരാശ കൊണ്ടാണ് മുഹമ്മദിൻ്റെ ജീവനെ തന്നെ നശിപ്പിക്കാനായിട്ട് ആലോചിച്ചത് എന്ന് ഇവിടെ വ്യക്തമാണ്. നീ നിൻ്റെ ജീവനോട് കാരുണ്യം കാണിക്കണമെന്ന് കൂറ്റനാട് ആമുഖമായിട്ട് പറഞ്ഞത് ഈ ഒരു പശ്ചാത്തലത്തിലാണ്. ഇനി 5-ാമത്തെ വാക്യം, പരമകാരുണികനായുള്ളവൻ്റെ പക്കൽ നിന്ന് പുതുതായി നൽകപ്പെടുന്ന ഒരു ഉത്ബോധനവും തന്നെ അവരതിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവരായിട്ടല്ലാതെ അവർക്ക് വരുന്നില്ല. ഇത് മുഹമ്മദിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി മുഹമ്മദിൻ്റെ ജിബ്രീൽ വന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, അള്ളാഹു വന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. എന്താ പറഞ്ഞു കൊടുക്കുന്നത്? ഇതൊക്കെ പണ്ടേ പതിവുള്ള കാര്യമാണ്. ഒരു പ്രവാചകൻ വന്നിട്ട് ഞാൻ പ്രവാചകനാണ്, ഞാൻ ദൈവത്തിൻ്റെ ദൂതും കൊണ്ട് വന്നതാണ് എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞ ഉടനെ ആളുകളൊന്നും അത് വിശ്വസിക്കുക പണ്ടും പതിവില്ല. അങ്ങനെ എത്ര വലിയ തെളിവും ദൃഷ്ടാന്തവും ആയിട്ട് ദൂതന്മാർ വന്നാലും അവരതിൽ നിന്ന് പിന്തിരിഞ്ഞ് അവരുടെ നാട്ടുകാർ അതിൽ നിന്നൊക്കെ പുറംതിരിഞ്ഞ് പോകുന്നതായിട്ടല്ലാതെ
വന്നിട്ടില്ല. ഇത് പണ്ടേ പതിവാണ്. ദൂതന്മാരൊക്കെ വന്നിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുകയും ദൃഷ്ടാന്തങ്ങൾ കാണിക്കുകയും ഒക്കെ ചെയ്താൽ പോലും അന്നത്തെ ആളുകളൊന്നും വിശ്വസിക്കാൻ കൂട്ടാക്കിയിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദേ അതുകൊണ്ട് നീ ബേജാറാവണ്ട, നീ നിരാശപ്പെടണ്ട, ഇതൊക്കെ പണ്ടക്കും പണ്ടേയുള്ള പതിവാണ് എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. ആര്? മുഹമ്മദ് തന്നെ ആശ്വസിപ്പിക്കുകയാണ് മുഹമ്മദിനെ. കാരണം മുഹമ്മദിന് അറിയാവുന്ന കെട്ടുകഥകളിലൊക്കെ അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. ഈ പറയുന്ന പ്രവാചകന്മാർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പൂർവിക കഥകളിലൊക്കെ അന്നത്തെ ആളുകൾ അനുസരിച്ചില്ല, അതുകൊണ്ട് അവരെ അള്ളാഹു മലമറിച്ച് ശിക്ഷിച്ചു എന്നുള്ള കഥയാണ് പറയുന്നത്. അതുകൊണ്ട് ആ കഥ എടുത്തിട്ട് വീണ്ടും മുഹമ്മദ് സ്വയം ഇവിടെ ആശ്വാസം കണ്ടെത്തുകയാണ്. 6-ാം വാക്യം, അങ്ങനെ അവർ വ്യാജമാക്കിയിരിക്കുകയാണ്, അതിനാൽ ഏതൊന്നിൽ അവർ പരിഹാസം കൊള്ളുന്നുവോ അതിൻ്റെ വൃത്താന്തങ്ങൾ അവർക്ക് വന്നുകൊള്ളും. ഇവിടെ ഏതൊന്നിൽ അവർ പരിഹാസം കൊള്ളുന്നുവോ എന്ന് പറഞ്ഞതിന് ബ്രാക്കറ്റിൽ ശിക്ഷ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ പരിഹസിച്ചിരുന്നത് എന്തിനാണ്? ദൃഷ്ടാന്തങ്ങൾ കാണിക്കാൻ പറഞ്ഞു, അത് കാണിക്കാൻ കഴിയില്ല. അപ്പോൾ മുഹമ്മദ് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു, നിങ്ങളെ ശിക്ഷിക്കും, ഈ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചാലും കാണിച്ചില്ലെങ്കിലും വിശ്വസിക്കാത്തവരെ ഒട്ടനെ ശിക്ഷിക്കും. അങ്ങനെയാണ് ഈ കെട്ടുകഥകളിലെല്ലാം ഉള്ളത് എന്ന് മുഹമ്മദ് പറഞ്ഞുകൊണ്ടേയിരുന്നു. ആ കഥകളിലൊക്കെ അള്ളാഹുവിനെ ധിക്കരിച്ചതുകൊണ്ട്, ദൂതന്മാരെ ധിക്കരിച്ചതുകൊണ്ട് അള്ളാഹു മലമറിച്ചും ഭൂകമ്പം ഉണ്ടാക്കിയും കൊടുങ്കാറ്റുണ്ടാക്കിയും ഇടുത്തി വീഴ്ത്തിയും ശിക്ഷിച്ചു എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അത് പറഞ്ഞപ്പോൾ മക്കാരെന്ത് ചെയ്തു? എന്നാൽ പിന്നെ അതിന് പോരട്ടെ എന്ന് പറഞ്ഞിട്ട് അവർ പരിഹസിച്ചു. അതാണ് അവിടെ പറയുന്നത്, നിങ്ങൾ എന്തിനെക്കുറിച്ചാണോ പരിഹാസം കൊള്ളുന്നത് അത് നിങ്ങൾക്ക് വന്നുകൊള്ളും എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ ശിക്ഷ നിങ്ങൾക്ക് വരും എന്ന് പറഞ്ഞിട്ട് പേടിപ്പിക്കുകയാണ്, ഭീഷണിപ്പെടുത്തുകയാണ് ഇവിടെ ഈ 6-ാം വാക്യത്തിൽ. പക്ഷേ ഈ മക്കയിൽ ഒരു അള്ളാഹുവിൻ്റെ ശിക്ഷയും ഇറങ്ങിയതായിട്ട് പിന്നീട് വന്നില്ല എന്ന് മാത്രമല്ല, ആരോടാണോ മുഹമ്മദ് ഇതൊക്കെ പറയുന്നത് അവർക്കൊക്കെ പിന്നീട് കിട്ടിയ ശിക്ഷ എന്താണ്? അവരൊക്കെ പിന്നീട് ഇസ്ലാം മതത്തിൽ ചേരുകയാണ് ചെയ്തത്. ഇസ്ലാം മതത്തിൽ ചേർന്നിട്ട് അവർ മുഹമ്മദിന് തിരിച്ച് പകരം പണി കൊടുക്കുകയാണ് ചെയ്തത്. അതിൻ്റെ കഥയൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ആരെയൊക്കെ മുഖത്തൊക്കെ നോക്കിയിട്ടാണോ നിങ്ങൾ അള്ളാഹു ശിക്ഷിക്കാൻ പോകുന്നത് എന്ന് മുഹമ്മദ് ഇവിടെ ഭീഷണിപ്പെടുത്തിയത്, അവർക്കൊന്നും അള്ളാഹുവിൻ്റെ വക ഒരു ശിക്ഷയും കിട്ടിയില്ല. പകരം മുഹമ്മദ് മദീനയിൽ പോയി അവിടെയുള്ള ആളുകളൊക്കെ കൂട്ടി വാളുമായിട്ട് വന്ന് ഇവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയാണ് ചെയ്തത്. അങ്ങനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി വേറെ ഗത്യന്തരമില്ലാതായപ്പോൾ മുഹമ്മദ് ഒരിക്കലും നന്നാവില്ല എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയ മുഹമ്മദിൻ്റെ അള്ളാഹു നിങ്ങളാരും വിശ്വസിക്കാൻ പോകുന്നില്ല, നിങ്ങളെല്ലാം ഞാൻ പേപ്പിച്ചതാണ് എന്ന് ഭീഷണിപ്പെടുത്തിയ അതേ ആളുകളെല്ലാം കൂട്ടത്തോടെ പിന്നെ മുഹമ്മദിൻ്റെ മതത്തിൽ ചേരുകയും അവർ ആ മതത്തെ തന്നെ ഹൈജാക്ക് ചെയ്യുകയും മുഹമ്മദിൻ്റെ കുടുംബത്തെ വേരറുത്തുകൊണ്ട് അവർ ഈ മതം കൈകാര്യം ചെയ്യുകയും ചെയ്തു എന്നതാണ് ചരിത്രത്തിൽ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ യാഥാർത്ഥ്യം അറിയാവുന്നത് കൊണ്ട് തന്നെ ഈ മുഫസ്സിറുകൾ, പഴയകാലത്തെ മുഫസ്സിറുകളൊക്കെ ഇത്തരം സന്ദർഭങ്ങൾ പറയുന്നിടത്തൊക്കെ ഒരാളെയും അയാളുടെ കുടുംബത്തിനെയും മാത്രമേ പറയുന്നുള്ളൂ. അബൂജഹലിൻ്റെ കുടുംബവും അല്ലെങ്കിൽ അബൂജഹലിൻ്റെ ആശ്രിതരും എന്ന് മാത്രം പറഞ്ഞിട്ടാണ് പോവുക ചെയ്യുന്നത്. പക്ഷേ ഖുർആനിൽ ഈ കാര്യങ്ങൾ പറയുമ്പോൾ അവിടെ അബൂജഹൽ മാത്രമല്ല ഉണ്ടായിരുന്നത്, പിന്നീട് ഇസ്ലാമിൻ്റെ തലതൊട്ടപ്പന്മാരായി മാറിയ അബൂ സുഫിയാനും മക്കളും വലീദിൻ്റെ മക്കളും പിന്നെ ആസിബിന് വായിലിൻ്റെ മക്കളും ഇവരെല്ലാം ഇസ്ലാമിൻ്റെ ആളുകളായി മാറി. അവരെല്ലാം മുഖത്തേക്ക് നോക്കിക്കൊണ്ടാണ് നിങ്ങളാരും വിശ്വസിക്കാൻ പോകുന്നില്ല, നിങ്ങൾക്കൊക്കെ അള്ളാഹിൻ്റെ ശിക്ഷ എപ്പോൾ കിട്ടും എന്നിവിടെ ഭീഷണിപ്പെടുത്തുകയും പ്രവചിക്കുകയും ചെയ്യുന്നത്. ഈ പ്രവചനം മുഴുവൻ പൊളിഞ്ഞു പോവുകയും അള്ളാഹുവിൻ്റെ യാതൊരു ശിക്ഷയും അവിടെ ഇറങ്ങാതിരിക്കുകയും പകരം മുഹമ്മദ് വാളെടുത്ത് അവരെ കീഴടക്കിയപ്പോൾ അവർ മുഹമ്മദിന് കീഴടങ്ങിക്കൊണ്ട് ഇസ്ലാമിനെ തന്നെ അവർ ഹൈജാക്ക് ചെയ്യുകയും ചെയ്യുന്ന വിരോധാഭാസവും കോമഡിയുമാണ് ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ പിന്നീട് നമ്മൾ കാണുന്നത്. അതേസമയത്തും മുഹമ്മദ് ഇവിടെയൊക്കെ ഉദ്ദേശിച്ച ശിക്ഷ മുഹമ്മദിൻ്റെ തന്നെ മനസ്സിലുണ്ടായിരുന്ന അക്രമ പദ്ധതിയാണോ എന്ന് സംശയിക്കാവുന്ന ഒരുപാട് വെളിപാടുകളും ഖുർആനിലെ ഈ ഒരു കാലഘട്ടത്തിൽ, അതായത് മക്കയിലെ അവസാനം പരാജയം ഉറപ്പായ സമയത്ത് അവതരിപ്പിച്ചിട്ടുള്ള അധ്യായങ്ങളിലൊക്കെ കാണപ്പെടുന്ന പല വാക്യങ്ങളിലും മുഹമ്മദ് ഇവരെ ആക്രമിക്കാൻ ഗൂഢപദ്ധതി മനസ്സിൽ ആലോചിച്ചിരുന്നു എന്നതിൻ്റെ സൂചനയായിട്ടും ഈ ഭീഷണികളെ നമുക്ക് കാണാൻ കഴിയും. കാരണം മുഫസ്സിറുകളെല്ലാം പറയുന്നത് അള്ളാഹുവിൻ്റെ ശിക്ഷ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചത് ബദർ യുദ്ധത്തിലൂടെ അവരെ ശിക്ഷിച്ചതാണ് എന്നാണ്. ബദർ യുദ്ധത്തിലൂടെ അവരെ ശിക്ഷിച്ചത് അള്ളയല്ല, അള്ളയും മലക്കുകളൊന്നുമല്ല, അതൊക്കെ മുഹമ്മദ് എന്നാണ് പറഞ്ഞതാണ്. പകരം മുഹമ്മദാണ് മദീനക്കാരെയും കൂട്ടിയിട്ട്
ഈ മക്കക്കാരെ കൊള്ളയടിക്കാനും അവരെ ആക്രമിക്കാനും പോയത്. അതിൻ്റെ ഫലമായിട്ടാണ് ബദർ യുദ്ധവും ഉഹുദ് യുദ്ധമൊക്കെ ഉണ്ടാവുന്നത്. ആ ബദർ യുദ്ധത്തിലാണ് കുറേ 10-70 മക്കക്കാരെ പിന്നീട് മുഹമ്മദ് കൊന്നൊടുക്കുന്നത്. അത് അള്ളാഹുവിൻ്റെ ശിക്ഷയായിട്ട് പിന്നീട് മുഹമ്മദ് വ്യാഖ്യാനിക്കുകയും ഖുർആൻ ആ രീതിയിൽ അവതരിപ്പിക്കുകയും ഒക്കെയാണ് ചെയ്തത്. പക്ഷേ ഇവിടെ മുഹമ്മദ് പറഞ്ഞുകൊണ്ടിരുന്നത് ആ ശിക്ഷയെക്കുറിച്ചേ അല്ല. കാരണം മുഹമ്മദ് പറഞ്ഞ പൂർവീകരുടെ കെട്ടുകഥകളിൽ, പൂർവീക പ്രവാചകന്മാരുടെ കഥകളിൽ എവിടെയും ഈ പ്രവാചകന്മാർ വാളെടുത്ത് വെട്ടിയിട്ട് വരെ ശിക്ഷിച്ചതായിട്ട് പറയുന്നേയില്ല. എല്ലായിടത്തും അള്ളാഹു നേരിട്ട് വന്ന് പ്രകൃതി ദുരന്തങ്ങളിലൂടെ ശിക്ഷിച്ചതായിട്ടാണ് പറയുന്നത്. അതാണ് അള്ളാഹിൻ്റെ ശിക്ഷ. ഇത് അള്ളാഹിൻ്റെ ശിക്ഷയല്ല, മക്കക്കാർക്ക് മുഹമ്മദ് കൊടുത്തത്. അള്ളാഹു ശിക്ഷിക്കാൻ വരില്ല എന്ന് ഉറപ്പായപ്പോൾ മുഹമ്മദ് തന്നെ വാളെടുത്ത് ശിക്ഷിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ആ ശിക്ഷ അള്ളാഹിൻ്റെ ശിക്ഷയാണ് എന്ന് ഒരു ഉളുപ്പുമില്ലാതെ വ്യാഖ്യാനിക്കുകയാണ് ഖുർആൻ വ്യാഖ്യാതാക്കളെല്ലാം ചെയ്തിട്ടുള്ളത്. 7-ാം വാക്യം, ഭൂമിയിലേക്ക് അവർ നോക്കുന്നില്ലേ? എല്ലാ ഉത്കൃഷ്ടമായ ഇണവസ്തുക്കളിൽ നിന്നുമായി എത്രയാണ് നാം അതിൽ മുളപ്പിച്ചിട്ടുള്ളത് എന്ന്. നിശ്ചയമായും അതിൽ ഒരു ദൃഷ്ടാന്തമുണ്ട്. അവരിൽ അധികം ആളുകളും വിശ്വസിക്കുന്നവരല്ല. നിശ്ചയമായും നിന്റെ രക്ഷിതാവ് തന്നെയാണ് പ്രതാപശാലിയും കരുണാനിധിയും. ഇനി ഇവിടെ ദൃഷ്ടാന്തം പറച്ചിലാണ്. ദൃഷ്ടാന്തം പറച്ചിൽ നമ്മൾ ഖുർആനിൽ കണ്ടതാണ്. വിത്ത് മുളപ്പിക്കുന്നിടത്തും മഴ പെയ്യുന്നിടത്തും പ്രകൃതിയിൽ കാണുന്ന എല്ലാ കാര്യങ്ങളുടെ അടുത്തും അള്ളാഹു വന്നിട്ട് അതിൻ്റെയൊക്കെ ആൾ നമ്മളാണ് എന്ന് പറയുന്നതാണ് ഖുർആനിലെ ദൃഷ്ടാന്തം പറച്ചിൽ. പക്ഷേ ഈ ദൃഷ്ടാന്തം പറച്ചിലും മക്കയിലെ ഈ സന്ദർഭവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? കാരണം ഭൂമിയിൽ വിത്ത് മുളയ്ക്കുന്നു, അല്ലെങ്കിൽ മഴ പെയ്യുന്നു, മഴ പെയ്യുമ്പോൾ വിത്തുകൾ മുളയ്ക്കുന്നു എന്ന ദൃഷ്ടാന്തം കൊണ്ട് മക്കയിലെ ഖുറൈശികൾ, ഈ മുശ്രിക്കുകൾ ആവശ്യപ്പെട്ട ഏതെങ്കിലും കാര്യത്തിന് ഇവിടെ പരിഹാരമാണോ? മക്കയിലെ ആൾക്കാർ എന്താണ് ചോദിച്ചത്? അത് ഈ ഖുർആൻ തഫ്സീറുകളിലും ഈ ഖുർആൻ വാക്യങ്ങളിലും നമ്മൾ കാണുന്നുണ്ട്. മക്കയിലെ ആൾക്കാർ ചോദിച്ചത് എന്താണ്? മുഹമ്മദ് ദൈവദൂതനാണെങ്കിൽ മുഹമ്മദ് ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന കഥകളിലുള്ളതുപോലെ അതിൻ്റെ തെളിവായിട്ട് അത്ഭുത ദൃഷ്ടാന്തങ്ങൾ കാണിക്കണം. അപ്പം മുഹമ്മദ് പറഞ്ഞു അങ്ങനെ കാണിക്കാൻ പറ്റില്ല, ഖുർആൻ തന്നെയാണ് ദൃഷ്ടാന്തം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ ഖുർആനിലുള്ള കാര്യങ്ങളെ പറഞ്ഞുകൊണ്ട് അവരെ പരിഹസിച്ചു. അപ്പോൾ മുഹമ്മദ് പറഞ്ഞു അള്ളാഹുവിൻ്റെ ശിക്ഷയാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ആവശ്യപ്പെട്ടു, എന്നാൽ പിന്നെ ആ ശിക്ഷ അങ്ങോട്ട് പോരട്ടെ എന്നാവശ്യപ്പെട്ടു. എന്ന് മാത്രമല്ല, അവർ മുഹമ്മദിൻ്റെ ഖുർആനിനെ ന്യായയുക്തമായ പല വാദങ്ങളും പറഞ്ഞ് ഖണ്ഡിച്ചു. അത് നമ്മൾ ഈ അധ്യായത്തിൽ തുടർന്ന് വരുന്നുണ്ട്, അവിടെ വെച്ച് ചർച്ച ചെയ്യാം. അതിനൊന്നും മറുപടിയാവുന്നില്ല വിത്ത് മുളയ്ക്കുന്നതും മഴ പെയ്യുന്നതും അതുപോലെയുള്ള ദൃഷ്ടാന്തങ്ങളും. മാത്രമല്ല, മക്കക്കാരെങ്കിലും ഇപ്പോൾ ഈ വിത്തൊക്കെ താനെ മുളച്ച് വരികയാണെന്നോ അല്ലെങ്കിൽ മഴ താനെ പെയ്യുകയാണെന്നോ ഇന്ന് നമ്മൾ പരിണാമവാദികളായ യുക്തിവാദികൾ പറയുന്നത് പോലുള്ള വർത്താനമൊന്നും അധികം മക്കക്കാരൊന്നും പറഞ്ഞിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കാം ചിലപ്പോൾ. പക്ഷേ അവർ പൊതുവിൽ അങ്ങനെയുള്ളവരൊന്നും ആയിരുന്നില്ല. അവരൊക്കെ ദൈവങ്ങളിൽ വിശ്വസിച്ചിരുന്നവരാണ്. അവർ വിശ്വസിച്ചിരുന്നത് ഓരോന്നും ഓരോ ദൈവങ്ങളുടെ പണിയാണെന്നാണ് വിശ്വസിച്ചിരുന്നത്. മഴ പെയ്യിക്കുന്ന ദൈവം വേറെ, അല്ലെങ്കിൽ ഇടിപൊട്ടിക്കുന്ന ദൈവം വേറെ, കൃഷിക്ക് വിത്ത് മുളപ്പിക്കുന്ന ദൈവം വേറെ, അല്ലെങ്കിൽ ആകാശത്തു നിന്ന് കേട്ടുള്ള കാര്യങ്ങളൊക്കെ വേറൊരു ദൈവം, അത് അള്ളാഹു. ആകാശത്തിരുന്നുകൊണ്ട് കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ഒരു അള്ളാഹുവിൽ അവർ വിശ്വസിച്ചിരുന്നു. ആ അള്ളാഹുവാണ് മഴ പെയ്യിക്കുന്നത് എന്നോ അല്ലെങ്കിൽ ആ അള്ളാഹുവാണ് ഇവിടെ വിത്ത് മുളപ്പിക്കുന്നത് എന്ന കാര്യത്തിലൊന്നും അവർ തർക്കം ഉന്നയിച്ചിട്ടേ ഇല്ല. അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ പിന്നിൽ ഒരു ദൈവമുണ്ട് എന്നോ അല്ലെങ്കിൽ ഒരുപാട് ദൈവങ്ങളുണ്ട് എന്ന കാര്യത്തിലൊന്നും അവർക്കൊരു തർക്കം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഖുർആനിൽ ഇങ്ങനെ എണ്ണിപ്പെറുക്കി പറയുന്ന ദൃഷ്ടാന്തങ്ങളും ആ ദൃഷ്ടാന്തങ്ങൾ പറയുന്ന സാഹചര്യവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. മക്കയിലെ ഈ പറയുന്ന ഖുറൈശികളോ മുശ്രിക്കുകളോ ആയിട്ടുള്ള ആളുകളാരും വിത്ത് മുളപ്പിക്കുന്നത് ദൈവമല്ല എന്ന് പറഞ്ഞിട്ടില്ല, വിത്ത് മുളപ്പിക്കുന്നത് അള്ളാഹു അല്ല എന്നും പറഞ്ഞിട്ടില്ല. അവർ പറഞ്ഞത് എന്താണ്? ഇനിയിപ്പം അള്ളാഹു അല്ല, ലാത്തെ ഉസ്യ മനാത്തയാണ് വിത്ത് മുളപ്പിക്കുന്നത് എങ്കിൽ ഈ പറഞ്ഞതുകൊണ്ട് അതിനെ ഖണ്ഡിക്കാൻ പറ്റുമോ? വിത്ത് മുളയ്ക്കുന്നത് താനെ മുളച്ച് വരികയാണ്, അതിൻ്റെ പിന്നിൽ ആരും ഇല്ല എന്ന് പറഞ്ഞെങ്കിൽ അവരോട് മാത്രമേ ഈ മറുപടി പ്രസക്തമാകുന്നുള്ളൂ. അത് നമ്മളോടാണെങ്കിൽ ഓക്കെ, നമുക്കതിന് വേറെ മറുപടി ഉണ്ട്. കാരണം ഈ പറയുന്ന വിത്ത് മുളക്കുന്നത് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഇപ്പോൾ ഇന്നൊരു 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് അറിയാം. അവിടെ അള്ളാഹു വന്ന് ഇരുന്നിട്ട് ഓരോ വിത്തിനെ മുളപ്പിക്കുക, അല്ലെങ്കിൽ മഴ പെയ്യുന്നത് എങ്ങനെയെന്ന് 3ാം ക്ലാസ്സിലെ കുട്ടിക്ക് അറിയാം. ആ കുട്ടികളോട് അവിടെ അള്ളാഹു കയറി ഇരുന്നിട്ട് വെള്ളം വാരുകയാണ് മഴ എന്ന് പറയേണ്ട കാര്യം പറഞ്ഞാൽ ആ കുട്ടികൾ പോലും ചിരിക്കും. കാരണം മഴ എന്ന് പറയുന്നത് ഭൂമിയിൽ തനിയെ നടക്കുന്ന ഒരു സംഭവമാണ്. മഴ പെയ്യുമ്പോൾ വിത്തുകൾ മുളയ്ക്കുക എന്ന് പറയുന്നതും ഭൂമിയിൽ തനിയെ നടക്കുന്ന സംഭവമാണ്. അവിടെ ഒന്നും ഒരു അള്ളാഹു കയറി കുത്തിരിക്കേണ്ട ഒരാവശ്യമില്ല. ഇന്ന് ശാസ്ത്രബോധമുള്ള എല്ലാവർക്കും
നമുക്കും അറിയാം. അതുകൊണ്ട് ഇന്നത്തെ ആളുകളോടാണ് ഈ ദൃഷ്ടാന്തം പറയുന്നത് എങ്കിലും ഇത് മണ്ടത്തരമാണ്. കാരണം ഇന്ന് നമുക്കറിയാം പ്രകൃതിയിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള ഏത് പ്രതിഭാസവും പ്രകൃതി നിയമങ്ങൾക്കനുസരിച്ച് പ്രകൃതിയിൽ തനിയേ നടക്കുന്നതോ അല്ലെങ്കിൽ പ്രകൃതിയിലെ പ്രതിഭാസങ്ങളുടെ പ്രവർത്തന ഫലമായിട്ട് നടക്കുന്നതോ ആണ്. അവിടെ നാച്ചുറൽ സെലക്ഷനിലൂടെയാണ് മാറ്റങ്ങൾ സംഭവിക്കുന്നത്. അതുപോലെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള ഓരോ നിയമങ്ങൾക്കനുസരിച്ചാണ്, കുറേ നാച്ചുറൽ നിയമങ്ങൾ കൂടി ചേർന്നിട്ടാണ് പ്രകൃതിയിൽ നടക്കുന്ന നമുക്ക് അത്ഭുതം എന്ന് തോന്നുന്ന എല്ലാ സംഭവങ്ങളും നടക്കുന്നത്. അതിൻ്റെയൊക്കെ കാരണങ്ങൾ നമുക്ക് പരീക്ഷണ നിരീക്ഷണങ്ങളുടെ കണ്ടെത്താനും കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വിത്ത് മുളക്കുന്ന കാര്യം പറഞ്ഞിട്ടോ മഴ പെയ്യുന്ന കാര്യം പറഞ്ഞിട്ടോ ഒന്നും ഇന്ന് ഒരു ദൈവത്തിനെയൊന്നും സ്ഥാപിക്കാൻ കഴിയില്ല എന്നുള്ളത് വ്യക്തമാണ്. എന്നാൽ ഈ മക്കയിൽ ഇദ്ദേഹം ഇത് പറയുമ്പോൾ, ഈ ദൃഷ്ടാന്തം പറയുമ്പോൾ മക്കക്കാരും അങ്ങനെ ഒരു ഭൗതികവാദമോ അല്ലെങ്കിൽ ഒരു പരിണാമവാദമോ അല്ലെങ്കിൽ ഇതെല്ലാം തനിയെ സംഭവിക്കുന്നതാണെന്ന വാദമോ ഉന്നയിച്ചതായിട്ട് തെളിവൊന്നുമില്ല. മറിച്ച് അവർ വിശ്വസിച്ചിരുന്നത് ലാത്ത, ഉസ്സ, മനാത്ത, അള്ളാഹു, അങ്ങനെ കുറേ ദൈവങ്ങളുണ്ട്. അതിൽ അള്ളാഹു അത്യാവശ്യം മോശക്കാരനല്ലാത്ത ഒരു ആകാശ ദൈവമായിരുന്നു അവർക്ക്. അതുകൊണ്ട് മഴ പെയ്യുന്നതും അതുപോലുള്ള കാര്യങ്ങളൊക്കെ അള്ളാഹു തന്നെയാണ് ചെയ്യുന്നത് എന്ന് മക്കയിലെ മുശ്രിക്കുകൾ വിശ്വസിച്ചുവരുന്നു. അവർക്ക് കുറേ ദൈവങ്ങളെ ആരാധിച്ചാൽ ഗുണം കിട്ടുമെന്നുള്ള ഒരു വിശ്വാസമായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ വന്നിട്ട് മുഹമ്മദ് അവരോട് പറയുന്നത് അങ്ങനെ കുറേ ദൈവങ്ങൾ വേണ്ട, നമുക്ക് അള്ളാഹു മാത്രം മതി, മറ്റു ദൈവങ്ങളൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞിട്ട് അള്ളാഹുവിനെ മാത്രം പ്രാർത്ഥിച്ചാൽ നമുക്ക് കാര്യങ്ങൾ കിട്ടും, ഗുണം കിട്ടും എന്ന് പറഞ്ഞപ്പോഴും മക്കക്കാരെന്താ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ ഓക്കെ, ഞങ്ങൾ സമ്മതിച്ചു, പക്ഷെ അത് ഞങ്ങൾക്ക് ബോധ്യപ്പെടാനുള്ളൊരു വഴി ഞങ്ങൾ പറഞ്ഞുതരാം, പരീക്ഷണം ഞങ്ങൾ പറഞ്ഞുതരാം. എന്താ പരീക്ഷണം? നമുക്ക് ലാത്ത, ഉസ്സ, മനാത്ത, നമ്മുടെ പാരമ്പര്യ ദൈവങ്ങളെ എല്ലാവരും കൂടി ആരാധിക്കുക, കൂട്ടത്തിൽ അള്ളാഹുവിനെ ആരാധിക്കുക. അങ്ങനെ നമ്മൾ ഒരു മാസം അല്ലെങ്കിൽ ഒരു കൊല്ലം ആരാധിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത കൊല്ലം അല്ലെങ്കിൽ സമാനമായൊരു കാലഘട്ടം നമുക്ക് എന്ത് ചെയ്യുക? അള്ളാഹുവിനെ മാത്രം ഒന്ന് ആരാധിച്ചു നോക്കുക, മറ്റവരൊക്കെ ഒന്ന് തൽക്കാലം മൂലക്ക് വെച്ചിട്ട്. എന്നിട്ട് ഈ അള്ളാഹുവിനെ മാത്രം ആരാധിച്ച കാലത്താണോ അതോ എല്ലാവരും കൂടെ ആരാധിച്ച കാലത്താണോ നമുക്ക് ഗുണം കിട്ടിയത് എന്ന് നമുക്ക് പരിശോധിക്കാം. അങ്ങനെ പരിശോധിച്ചിട്ട് നമുക്ക് അള്ളാഹുവിൻ്റെ കാലത്താണ്, അള്ളാഹുവിനെ മാത്രം ആരാധിച്ച കാലത്താണ് നമുക്ക് അഭിവൃദ്ധി ഉണ്ടായത് എങ്കിൽ, ഗുണങ്ങൾ ഉണ്ടായത് എങ്കിൽ നമുക്ക് അള്ളാഹുവിനെ ആരാധിക്കാം എല്ലാവർക്കും കൂടി. എത്ര ന്യായമായ ഒരാവശ്യമാണ് അവർ ഉന്നയിച്ചത് നോക്കൂ. ഇന്നത്തെ യുക്തിവാദികൾ പോലും ആവശ്യപ്പെടില്ല. അത്രയും യുക്തിസഹമായ ശാസ്ത്രീയമായ ഒരു പരീക്ഷണത്തിന് അവരാവശ്യപ്പെട്ടു എന്നാണ് ഈ ഖുർആൻ്റെ പശ്ചാത്തലം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അവിടെയും ബബ്ബ അടിച്ചിട്ട് നിങ്ങൾ അവസാനം ഉത്തരം മുട്ടി സ്ഥലം വിടുകയാണ് മുഹമ്മദ് ചെയ്തത്. അതൊന്നും നടക്കൂല, നിങ്ങൾക്ക് നിങ്ങളെ മതം, എനിക്ക് എൻ്റെ മതം, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് തടിയെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ പറയുന്ന ദൃഷ്ടാന്തം പറച്ചിലുകളൊന്നും മക്കയിൽ ഒരു ഉത്തരമേ ആയിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഇതാണ് ഇപ്പോൾ ഈ 9 വാക്യങ്ങൾ നമ്മൾ വായിച്ചത്. അതിൽ 9ാമത്തെ വാക്യം വൈന്ന റബ്ബക്ക ലഹുവൽ അസീസ് റഹീം, നിശ്ചയമായും നിന്റെ രക്ഷിതാവ് തന്നെയാണ് പ്രതാപശാലിയും കരുണാനിധിയും. ഈ വാക്യം ഈ ഖുർആനിൽ പല ഭാഗങ്ങളായിട്ട് പറയുന്ന കാര്യങ്ങൾക്കൊപ്പം ആവർത്തിക്കുന്നുണ്ട്. ഒരു ഭാഗം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാക്യം ഒന്ന് ആവർത്തിക്കും, പിന്നെ പുട്ടിന് തേങ്ങിടുന്നത് മാതിരി ഈ വാക്യം ഇങ്ങനെ ആവർത്തിക്കുന്നത് ഈ അധ്യായത്തിൽ അവസാനം വരെ കാണാൻ പറ്റും. ഏതായാലും ഈ 9 വാക്യങ്ങൾ കഴിഞ്ഞ് ഇനി 10ാമത്തെ വാക്യം ഇങ്ങനെയാണ്: നിന്റെ രക്ഷിതാവ് മൂസയോട് അക്രമികളായ ജനങ്ങളുടെ അടുക്കൽ ചെല്ലുക എന്ന് വിളിച്ചു കൽപ്പിച്ച സന്ദർഭം. ഈ 10ാം ആയത്ത് മുതൽ ഇനി അങ്ങോട്ട് കഥ പറയാണ്. ഏത് കഥ? കഴിഞ്ഞ അധ്യായങ്ങളിലൊക്കെ ചർവിണം പോലെ നമ്മൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന പൂർവീക പ്രവാചകന്മാരുടെ കെട്ടുകഥകൾ അതേ ശീലിൽ ആവർത്തിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ 10ാമത്തെ വാക്യം മുതൽ 192ാമത്തെ വാക്യം വരെ ഞാൻ സ്കിപ്പ് ചെയ്തു വിട്ടുപോവാണ്. കാരണം 10ാമത്തെ വാക്യം മുതൽ 69ാമത്തെ വാക്യം വരെ മൂസക്കഥ പറയുന്നു. അത് കഴിഞ്ഞ് 70 മുതൽ 104 വരെ ഇബ്രാഹിം കഥ പറയുന്നു. 105 മുതൽ 122 വരെ വാക്യങ്ങളിൽ നൂഹിൻ്റെ കഥ പറയുന്നു. 123 മുതൽ 140 വരെ ആദ്, ഹൂദ് എന്നുള്ള കഥ പറയുന്നു. ആദ് സമൂഹത്തിൻ്റെ ഹൂദ് നബിയുടെ കഥ പറയുന്നു. 141 മുതൽ 159 വരെയുള്ള ആയത്തുകളിൽ സമൂദ് കഥ പറയുന്നു. സാലിഹ് എന്ന് പറയുന്ന നബിയുടെ ഒട്ടകത്തിൻ്റെ കഥ പറയുന്നു. 160 മുതൽ 175 വരെ ലൂത്ത് നബിയുടെ കഥ പറയുന്നു. 176 മുതൽ 191 വരെ കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞ ശുഐബ് നബിയുടെ ഐക്കത്തുകാരുടെ കഥ പറയുന്നു. എന്താണ് ഈ കഥ പറച്ചിൽ? അപ്പോൾ നോക്കൂ, 10ാമത്തെ ആയത്ത് മുതൽ 191ാമത്തെ ആയത്ത് വരെയും
ഈ പൂർവീകരുടെ കെട്ടുകഥകളാണ് ഈ അധ്യായത്തിൽ ആവർത്തിക്കുന്നത്. അത്രയും വാക്യങ്ങൾ തൽക്കാലം നമുക്ക് വിട്ടുകളയാം. കാരണം ഇത് എല്ലാ അധ്യായങ്ങളിലും ഇങ്ങനെ വരുന്നത് കൊണ്ട് ഇത് പറഞ്ഞ് ബോറടിപ്പിക്കേണ്ട ആവശ്യമില്ല. അവസാനം നമുക്ക് എല്ലാം കൂടെ വെച്ചിട്ട് ഈ കഥയും ബൈബിൾ കഥയും കൂടെ ഒന്ന് താരതമ്യം ചെയ്ത് ഒരു ക്ലാസ്സിൽ പറയാം. ഈ കഥ പറച്ചിലിൻ്റെ ഒക്കെ ഒരു പൊതു സ്വഭാവം എന്താണ്? എല്ലാ കഥയിലും മുഹമ്മദിൻ്റെ ഒരു പാറ്റേണിലേക്ക് ഈ ബൈബിൾ കഥകളെ മാറ്റി പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. അവിടെ പറയുന്ന കഥകളിൽ അള്ളാഹു എന്ന് പറയുന്ന ഒരു ദൈവവും ഇല്ല. ആ ഒരു ദൈവത്തിനെ ആരാധിക്കാത്തത് കൊണ്ട് അള്ളാഹു ശിക്ഷിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഈ ഒരു പ്രവാചകനെ അനുസരിക്കാത്തത് കൊണ്ട് ശിക്ഷിച്ചു. ആ കഥയൊന്നും അല്ല ഈ പറയുന്നത്. അതിനോടൊക്കെ സാമ്യമുള്ള വേറെ കുറേ കഥകളാണ് അവിടെ പറയുന്നത്. അതിനെല്ലാം കൊണ്ടുവന്നിട്ട് ദൂതനെ നിഷേധിച്ച ജനങ്ങളെ അള്ളാഹു എന്ന ദൈവം നേരിട്ട് ശിക്ഷിച്ചതാണ് ഈ കഥകളിലെല്ലാം പറയുന്നത് എന്ന് പറഞ്ഞ് മക്കക്കാരെയും അതുപോലെ ശിക്ഷിക്കും എന്ന് ഭീഷണിപ്പെടുത്തുകയാണ് ഈ കഥകളുടെ ആവർത്തനത്തിലൂടെ മുഹമ്മദ് ചെയ്യുന്നത്. ഇതിങ്ങനെ പിന്നെയും പറയുന്നത് എന്തിനാണ്? ആ ജനതയെ അങ്ങനെ ചെയ്തു, ഈ ജനതയെ ഇങ്ങനെ ചെയ്തു, അവിടെ മല മറിച്ചു, ഇവിടെ ഭൂകമ്പം ഉണ്ടാക്കി, ഇവിടെ കൊടുങ്കാറ്റടിച്ചു, അവരങ്ങനെ കൊന്നു, ഇങ്ങനെ കൊന്നു, ആ പട്ടണം അങ്ങനെ നശിപ്പിച്ചു, ഈ പട്ടണം ഇങ്ങനെ നശിപ്പിച്ചു, ആ നാട് അങ്ങനെ മലക്കം മറിച്ചു എന്ന് പറഞ്ഞ് ഇതെല്ലാം ശിക്ഷയും പറഞ്ഞ് പേടിപ്പിക്കുകയാണ്. അവരൊക്കെ ചെയ്ത തെറ്റെന്താണ്? ആ കാലത്ത് വന്ന നബിമാരെ നിഷേധിച്ചു. ആരാണ് നബിമാരായി വന്നത്? അതൊക്കെ അള്ളാഹു പറഞ്ഞയച്ച ദൂതന്മാർ. എന്തിനാണ് വന്നത്? അള്ളാഹുവിന് മാത്രം ആരാധിക്കാം എന്ന് പറയാനാണ് വന്നത് എന്ന ഒരു കഥയാണ് ഇതിലൊക്കെ മുഹമ്മദ് പറഞ്ഞത്. പക്ഷേ ആ പറഞ്ഞതുപോലുള്ള ഒരു കഥയൊന്നും ബൈബിളിലോ അല്ലെങ്കിൽ ഈ പറയുന്ന കെട്ടുകഥകളിലോ ഇല്ല. അതെല്ലാം മുഹമ്മദ് ആ രീതിയിലേക്ക് മുഹമ്മദ് പറയുന്ന കഥയ്ക്കനുസരിച്ച് മാറ്റി പറയുകയാണ്, ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ് മക്കക്കാരെ പേടിപ്പിക്കാൻ വേണ്ടി. അങ്ങനെ പേടിപ്പിച്ചപ്പോഴാണ് മക്കക്കാരെന്ത് പറഞ്ഞത്? എന്നാൽ പിന്നെ അതുപോലെ ഒന്ന് മലമറിച്ച് കാണിക്കുക, അതുപോലെ ഒന്ന് ആകാശം പൊളിച്ച് കാണിക്കുക, അതുപോലെ ഒന്ന് ശിക്ഷിച്ച് കാണിച്ച് എന്ന് പറഞ്ഞുകൊണ്ട് പരിഹസിക്കുകയാണ് ചെയ്തത്. അതിനുള്ള മറുപടി ഇനി ഈ അധ്യായത്തിൽ വരുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് കടക്കാം. ഈ 192-ാമത്തെ വാക്യത്തിലേക്ക് പോവുകയാണ് നമ്മൾ. ഈ അധ്യായം തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. തുടർന്നുള്ള വാക്യങ്ങൾ നമുക്ക് അടുത്ത അധ്യായത്തിൽ ചർച്ച ചെയ്യാം.